സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. 3000 രൂപ ഇപ്പോൾ ഇരിക്കുന്ന 7000 രൂപയാണ്. ഒരു 3000 രൂപ നിങ്ങൾക്ക് ഓണററി വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെ മറ്റന്നാളെ കിട്ടുമെന്ന് 2-3 മാസം എടുത്തേക്കും. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7000 അതോടൊപ്പം ഒരു 3000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. തൃപ്തരല്ല. 53 ദിവസമായി തെരുവിൽ കിടന്നിട്ട് 15 ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ, കാരണം ഈ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത്, കാരണം 15 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ്. ഞങ്ങൾ അറിയിച്ചില്ല. ആ സമരപ്പന്തലിൽ ഒരു ആശാവർക്കർ അനങ്ങിയാൽ, ആശാവർക്കറോട് സംസാരിച്ചിട്ട് ഒരു പാട്ട് പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെന്റീവ് ഓണററിയും വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ 15 ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത്. നമ്മൾ എത്രയോ സമരങ്ങൾ കാണുകയാണ് ഈ തെരുവിൽ. ഈ പറയുന്ന യൂണിയന്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട്. നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മളത് പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും, വിളിച്ചാൽ പോകും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം സംസ്ഥാനത്തില്ല. സാമ്പത്തിക പരാധീനതയെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് 1000 കോടിയും 500 കോടിയും 100 കോടിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാധീനത തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളുടെ സമരം ശക്തമായി തുടരും. അത് അംഗീകരിച്ചു വരട്ടെ, അപ്പോഴാലോചിക്കും. ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഇന്ന് 3000 എന്ന് പറഞ്ഞപ്പോൾ എന്താ സർക്കാരിന്റെ മറുപടി? സർക്കാരിന് അല്ല, അത് അവര് മന്ത്രി വിളിച്ചാലേ നമുക്ക് ചർച്ചയ്ക്ക് വരാൻ പറ്റത്തില്ല. ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ചർച്ചയും കൂടെ വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി 3000 രൂപ എന്ന കാര്യം പറഞ്ഞപ്പം മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? അത് തീരുമാനിക്കാൻ പറ്റത്തില്ല, അതും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ച് ഓർക്കണം. ഞങ്ങൾക്ക് പിടിവാശിയല്ല. 21,000 രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്.